ഹായ് ഹലോ. ഇന്ന് ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകണം പിന്നുവ? തണ്ണിമത്തൻ ഫലൂഡ. തണ്ണിമത്തൻ ഫലൂഡ ഉണ്ടാക്കാൻ പോകട്ടോ. ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കി, പക്ഷെ അത് വീഡിയോ എടുത്തപ്പോൾ ഫ്ലോപ്പായിപ്പോയി. ഫലൂഡ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം, വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ഷെയർ ചെയ്യണം, കൂടെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം ചിയാ സീഡ് ഒരു ബൗളിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ. എന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കാം കേട്ടോ. മോളാണെങ്കിൽ അതിങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു തണ്ണിമത്തൻ എടുത്തിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡ് മാത്രം ഒന്ന് അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ട് എല്ലാം ഒരു ബൗളിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കുരുക്കളൊക്കെ ഏകദേശം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തൻ്റെ എന്താ തോടാ തൊലിയോ എന്താ പറയില്ലേ, അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ തണ്ണിമത്തൻ ഇങ്ങനെ ഉടച്ചെടുക്കണേ. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല. അടിച്ചാൽ അതിങ്ങനെ എന്താ പറയുക, വെള്ളമായി പോകില്ലേ. അതുകൊണ്ട് നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി ഉടയ്ക്കുകയാണേ. എന്നിട്ട് അതിന് കുത്തി കുത്തി ഉടച്ച് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു മാങ്ങ എടുത്ത് അതിൻ്റെ തോല് മുഴുവൻ കളയണം. എന്നിട്ട് അത് സ്ക്വയറായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനത് സ്ക്വയറായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ തണ്ണിമത്തനൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം ഉടച്ചെടുക്കാൻ. മോൾ അത്യാവശ്യം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുക്കണ മുന്തിരിയാണേ. ഈ മുന്തിരി നമ്മൾ 2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഒരു പൂവമ്പഴം ഞാൻ മുറിച്ചെടുത്തേക്കണം കേട്ടോ. മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഒരെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ തണ്ണിമത്തൻ ഉടച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും പഞ്ചസാര ഇട്ടാൽ ഹെൽത്തി ആണോ എന്ന്. അത് ഉറപ്പായിട്ടില്ല. പക്ഷേ മോള് പഞ്ചസാര ഇട്ടില്ലെങ്കിൽ കഴിക്കില്ല കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ വേറെ എന്ത് വേണേലും ആഡ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാരയാണ് കേട്ടോ. ഹണി ഒഴിക്കാം. അപ്പോൾ മോൾക്ക് അതൊന്നും വേണ്ട, പഞ്ചസാര തന്നെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ പഞ്ചസാര മേടിച്ച് വയ്ക്കണം തന്നെ മോൾക്ക് കേട്ടോ. വല്ലപ്പോഴും കേട്ടോ ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ. ഇതങ്ങനെയൊന്നും ഞങ്ങൾ പഞ്ചസാര അവിടെ ചിലവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരുപാട് പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ അറിയാം, അധികം ഇട്ടിട്ടില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ഗ്ലാസും അതുപോലെ ഈ തണ്ണിമത്തൻ്റെ തോടില്ലേ, തോടെന്നാണ് പറയുക, തൊണ്ടെന്നാണ് പറയുക, എനിക്കറിയില്ല, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് മോൾക്കും ആ തണ്ണിമത്തൻ്റെ തൊണ്ട് എനിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചിയാ സീഡ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഉടച്ച് വെച്ച തണ്ണിമത്തൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടിലും കുറച്ചീശെ കുറച്ചീശെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച മുന്തിരി രണ്ടിലേക്കും ഇട്ട് കൊടുക്കാവേ. അതിന് ശേഷം നമ്മുടെ മാങ്ങ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ തണ്ണിമത്തൻ ഇട്ടത് ശേഷം പാലൊഴിക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണേ. എനിക്ക് മാത്രം പഴം മുറിച്ചിട്ടുണ്ടായിരുന്നു. ആ പഴം എനിക്ക് മാത്രം ഒഴിച്ചു കേട്ടോ. അതിന് ശേഷം പാൽ ഒഴിച്ചേക്കണം. നേരത്തെ ഒഴിച്ചാലും നല്ലതാണ്. ഇപ്പോൾ ഒഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് ഞാൻ വീണ്ടും തണ്ണിമത്തൻ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കണത്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിലേക്ക് വീണ്ടും നമ്മുടെ ചിയാ സീഡ് ഇട്ട് കൊടുക്കുവാണേ. ഈ ചിയാ സീഡ് എന്തെന്ന് അറിയില്ല, കട്ട പിടിച്ചൊക്കെ നിൽക്കണം കേട്ടോ. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. സ്ഥലം ഇല്ല മുകളുടെ ഗ്ലാസ്സിൽ. പിന്നെ ഐസ്ക്രീം മുകളിൽ ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ വലിയൊരു
ഫാമിലി പാക്ക് മേടിച്ച കേട്ടോ. മോളത് വേഗം തിന്ന് തീർത്ത്. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ബോൾ ഐസ്ക്രീം എടുത്തിട്ട് ഇതിലോട്ട് ഇട്ടു. പിന്നെ 2 മിൻറ്റ് ലീഫ് എടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇട്ടു കേട്ടോ. തണ്ണിമത്തൻ്റെ കൂടെ അടിച്ചെടുക്കാനും പറ്റും. ഈ മിൻറ്റ് ലീഫ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന ആ ഒരു ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ടാറ്റ, ബൈ ബൈ.